ഞാൻ തുടക്കത്തിലേ പറഞ്ഞു അതിൽ ഉറച്ചു നിൽക്കുകയാണ്. 2021 ബേപ്പൂർ നിയോജക മണ്ഡലം ഉണ്ടായതിന് ശേഷം ഏതെങ്കിലും ഒരു മുന്നണിക്ക് ടോട്ടൽ കിട്ടിയ വോട്ട് സർവകാല റെക്കോർഡായിരുന്നു 82,000. ആ റെക്കോർഡ് മറികടക്കും. 82,000 എന്ന റെക്കോർഡ് മറികടന്ന് മികച്ച വിജയം LDF ബേപ്പൂരിലുണ്ട്. ചരിത്രം അല്ല, അതിലേക്ക് ഞാൻ കിടക്കുന്നില്ല. നിങ്ങൾ ചിലർ എഴുതിയ കണ്ടു 82,000 ഭൂരിപക്ഷത്തിന് വിജയിക്കും. എന്ത് വിവരക്കേടാ പറയുന്നതെന്നൊക്കെ. അപ്പോൾ സ്റ്റഡി ചെയ്ത് പറയണം. ഞാൻ പറഞ്ഞത് 82,000 എന്ന വോട്ടിനെ സർവകാല റെക്കോർഡ് വോട്ടിനെ മറികടക്കുന്നുള്ളതാണ്. അപ്പോൾ പലരും അങ്ങനെ പറഞ്ഞത് എന്ത് വിവരക്കേടാന്നൊക്കെ പറഞ്ഞു. വിവരക്കേട് ഞാൻ പറഞ്ഞതില്ല. ഞാൻ പറഞ്ഞത് ആദ്യം മുതൽ അവസാനം വരെ ഡോക്യുമെൻറ്റഡ് ആണ്. 82,000+ വോട്ട് നേടി സ്റ്റേറ്റിൽ LDF മികച്ച വിജയമുണ്ടാകും. LDF മികച്ച പ്രതിപക്ഷ നേതാവിന് പിന്നെ അങ്ങനല്ലേ പറയാൻ പറ്റൂ. വോട്ട് പെട്ടിയിലാക്കിയ ശേഷം കേരളത്തിൽ വോട്ട് പെട്ടിയിലാക്കിയതിന് ശേഷം ഏതെങ്കിലും ഒരു പ്രതിപക്ഷ നേതാവ് ഞങ്ങൾ തോക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞിട്ടില്ല. അപ്പോൾ വോട്ട് പെട്ടിയിലാവുന്നതിന് മുമ്പ് അതിന് ശേഷം അങ്ങനെ പറയാൻ പറ്റും. നമ്മളിപ്പോൾ അതിൽ വെറുതെ ഇനി കൂടുതൽ ചർച്ച ചെയ്തിട്ട് പെട്ടിയിലുള്ള വോട്ടല്ലേ. അതിപ്പോൾ ഇനിയിപ്പോൾ പത്രസമ്മേളനത്തിൻ്റെ എണ്ണം നോക്കിയാൽ വോട്ടിൽ മാറ്റമൊന്നും വരില്ല. LDF പത്രസമ്മേളനം ഒരു 150 എണ്ണം നടന്ന്, UDF ഒരു 130 എണ്ണം നടന്നാൽ 20 എണ്ണം അധികമാണ്. അപ്പോൾ LDF കുറച്ചധികം വോട്ട്. അല്ല, തിരിച്ച് UDF ഒരു 200 ശരി. PA മുഹമ്മദ് റിയാസിന്റെ പ്രതികരണമാണ്. വളരെ ആത്മവിശ്വാസത്തിലാണ് റിയാസ് ഉള്ളത്. ബേപ്പൂരിലും ഒപ്പം സംസ്ഥാനത്തും ഭരണം LDF തന്നെയായിരിക്കുമെന്ന് ഉറപ്പിച്ചു പറയുന്നു.